രാവണൻ്റെ അധാർമിക പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് അനുജനായിട്ടുള്ള വിഭീഷണൻ രാവണന് ധർമ്മോപദേശം ചെയ്യുകയാണ്. ആ ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. രാവണൻ്റെ ലങ്കയിൽ വന്ന് ഹനുമാൻ സ്വാമി നടത്തിയിട്ടുള്ള പരാക്രമങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഇതൊക്കെ കഴിഞ്ഞ് ശ്രീരാമചന്ദ്രസ്വാമിയും സുഗ്രീവനും ലക്ഷ്മണനും വാനരപ്പടയൊക്കെ കൂടി യുദ്ധത്തിന് വേണ്ടിയിട്ട് സന്നദ്ധരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് രാവണന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എങ്ങനെയെങ്കിലും ധർമ്മത്തിൻ്റെ വഴിയിലേക്ക് അയാളെ തിരിച്ചു കൊണ്ടുവരാം എന്ന് ചിന്തിച്ചിട്ട് വിഭീഷണൻ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അല്ലയോ രാവണ, നീ ആരുടെ ബലത്തിലാണ് ഈ അഹങ്കരിക്കുന്നത്? ആര് നിന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്? കുംഭകർണനോ, നികുംഭനോ, കുംഭകനുവാണോ, പ്രഹസ്തനാണോ? ഇനി സാക്ഷാൽ ഇന്ദ്രനെ തോൽപ്പിച്ചിട്ടുള്ള ഇന്ദ്രജിത്ത് തന്നെ വന്നു കഴിഞ്ഞാലും ശ്രീരാമചന്ദ്രസ്വാമിയോട് എതിരിട്ട് ജയിക്കാനാവില്ല. അദ്ദേഹം സാക്ഷാൽ ആദിനാരായണനാണ്, വരുണനല്ല, യമനല്ല, ഇന്ദ്രനല്ല. നിങ്ങൾ ഇതുവരെ തോൽപ്പിച്ചിട്ടുള്ള, ഇതുവരെ നേരിട്ടിട്ടുള്ള ആരുമല്ല. സാക്ഷാൽ നാരായണൻ ജഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ജഗത്തിൻ്റെ പാപഭാരത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ അവതരിച്ചതാണ്. ആ ഭഗവാനോട് യുദ്ധം ചെയ്യരുത്, യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത് നിൻ്റെ സർവനാശത്തിന് കാരണമാവുമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഭഗവാന്റെ മറ്റ് അവതാരങ്ങൾ അതിൻ്റെ ഓരോന്നിൻ്റെയും മഹിമ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ ശ്രീരാമചന്ദ്രസ്വാമിയാണ് മുന്നേ വേദങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് മത്സ്യാവതാരമായിട്ട് വന്നിട്ടുള്ളത്. നൃസിംഹമായിട്ട് ഹിരണ്യകശിപുവിനെ വധിച്ചതും ഇതേ ഭഗവാനാണ്. ഹിരണ്യാക്ഷനെ വധിച്ചതും ഇതേ ഭഗവാനാണ് വരാഹരൂപത്തിൽ. ബലിയുടെ ദർപ്പത്തെ അടക്കിയിട്ട് 3 ലോകങ്ങളെയും അളന്ന് ആ ബലിക്ക് സംരക്ഷണവും കൊടുത്തിട്ടുള്ളത് ഇതേ ഭഗവാൻ തന്നെയാണ്. ഇതേ ഭഗവാനാണ് ക്ഷത്രിയന്മാരായിട്ട് പിറന്ന് എന്നാൽ അധർമ്മത്തിൻ്റെ മാർഗത്തിൽ പോയി രാജ്യത്തെ സംരക്ഷിക്കുന്നതിൽ, രാജ്യത്തെ ധർമ്മത്തിൻ്റെ പാതയിൽ നയിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുള്ള രാജാക്കന്മാരെ അടക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ദർപ്പം അടക്കാൻ വേണ്ടിയിട്ട് സാക്ഷാൽ പരശുരാമനായിട്ട് അവതാരം എടുത്തത് ഇതേ ശ്രീരാമചന്ദ്രസ്വാമി, ഇതേ നാരായണൻ നിന്നെ വധിക്കാൻ വേണ്ടിയിട്ട് ഈ ജന്മത്തിൽ വന്നിരിക്കുക. മുന്നേ ബ്രഹ്മദേവൻ, മറ്റ് ദേവഗണങ്ങൾ, ഭൂമിദേവി ഇവരൊക്കെ കൂടിയിട്ട് പാലാഴി തീരത്ത് വന്ന് ഭഗവാനോട് സങ്കടം ഉണർത്തിച്ചപ്പോൾ, നിൻ്റെ ചെയ്തികൾ ഭൂമിക്ക് എത്രത്തോളം ഭാരമുണ്ടാക്കുന്നുണ്ട് എന്ന് അവർ സങ്കടം ഉണർത്തിച്ചപ്പോൾ നാരായണൻ പറഞ്ഞ കാര്യമാണ്, ഞാൻ ദശരഥൻ്റെ കുലത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് പോയിട്ട് ജനിക്കും. ആ സമയത്ത് എൻ്റെ യോഗമായാദേവി ജനകൻ്റെ കുലത്തിൽ വന്ന് ജനിക്കും. അങ്ങനെ ജനിച്ചവരാണ് ഇവർ രണ്ടുപേരും. ആ ശ്രീരാമചന്ദ്രസ്വാമിയാണ്, നീ ഓർക്കണം, ബാല്യാവസ്ഥയിൽ വിശ്വാമിത്രൻ്റെ യാഗം രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. അതേ ഭഗവാനാണ് ഉണ്ണിയായിരിക്കുമ്പോൾ താടകയെ വധിച്ചത്, യാഗം രക്ഷിച്ചത്, സുബാഹുവിനെ വധിച്ചത് ഇതേ ഭഗവാൻ. എന്നിട്ട് സാക്ഷാൽ ശ്രീപരമേശ്വരൻ്റെ വളരെ ദിവ്യമായിട്ടുള്ള ചാപത്തെ ഖണ്ഡിച്ച് സീതാദേവിയെ സ്വന്തമാക്കിയതും ഇതേ ഭഗവാൻ. ആ ഭഗവാനെ കുറച്ച് കാണരുത് എന്ന് പറഞ്ഞു. നിന്നെ വധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കാനനത്തിൽ വന്നിട്ടുള്ളത്. പിതാവിൻ്റെ ആജ്ഞ മറയാക്കിയിട്ട് അവർ കാനനത്തിൽ വന്നിട്ടുള്ളതിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, രാവണ, അത് നിന്റെ നാശമാണ്. സർവനാശത്തിന് വേണ്ടിയിട്ട് നീ അദ്ദേഹത്തിൻ്റെ ദേവിയെ, ആ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുവന്നു. എപ്രകാരമാണോ ശ്വാനൻ യാഗശാലയിൽ ചെന്നിട്ട് ഹവിസ് കൊണ്ടുപോകുന്നത്, അതേമാതിരിയാണ് രാവണൻ ദേവിയെ അപഹരിച്ചു കൊണ്ടുവരുന്നത്. എന്നിട്ട് രാവണനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ദേവിയെ ഭഗവാന് തന്നെ തിരിച്ചു കൊടുത്ത് ആ കാൽക്കൽ വീണ് നമസ്കരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു, ഈ അടുത്താണ് ഒരു വാനരൻ ഈ കടൽ ചാടിക്കടന്ന് വന്ന് ലങ്കയെ ചുട്ടു പൊട്ടിച്ചത്, ഓർക്കണില്ലേ രാവണ? ഹനുമാൻ സ്വാമിയുടെ കാര്യം പറഞ്ഞു. ഭഗവാന്റെ നാമത്തിൻ്റെ ശക്തിയിൽ ഒരു വാനരന് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കുക. ഹനുമാൻ സ്വാമിയുടെ ധൈര്യം, അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ബലം, ആ രാമനാമത്തിൽ അടിയുറച്ച മനസ്സാണ്. ആ മനസ്സുകൊണ്ടാണ് ഹനുമാൻ സ്വാമി സാഗരത്തെ മുറിച്ചു കടന്നത്. അതും ഓർമ്മിപ്പിച്ചു കൊടുത്തു. നല്ലവരുടെ വാക്കുകൾ തള്ളിക്കളയുന്നത് യുക്തമല്ല എന്നും കൂടി പറഞ്ഞു. അവസാനം ഇതൊക്കെ കേട്ട് ക്രുദ്ധനായിട്ട് രാവണൻ പറഞ്ഞു, അനുജനാണ് നീ, അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ കൊല്ലാണ്ട് വിടുന്നത്. ശത്രുവിനേക്കാളും വലിയ ദോഷം കൂടെ നിന്നിട്ട് പരുഷം പറയുന്ന നിന്നെ മാതിരിയുള്ള ബന്ധുക്കളാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാമൻ്റെ അടുത്തേക്ക് തന്നെ പൊക്കോളൂ. അപ്പോഴേ വിഭീഷണൻ പറഞ്ഞു, ആപത്ത് വന്നെടുക്കുന്ന സമയത്ത് സജ്ജനങ്ങളുടെ ഭാഷണം ശോഭിക്കില്ല, നിന്റെ നാശത്തിന് സമയമായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പടിയിറങ്ങി സാക്ഷാൽ ഭഗവാന്റെ കാൽക്കൽ തന്നെ സമർപ്പിച്ച് ശരണാഗതിയെ പ്രാപിച്ചു. ആ മഹാഭക്തനായിട്ടുള്ള വിഭീഷണനെ സദാ സ്മരിക്കുക. എല്ലാ സാഹചര്യങ്ങളും നമുക്ക് എതിരാവുമ്പോഴും അതിൻ്റെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് പോലും സാക്ഷാൽ ഭഗവാനെ സദാ സ്മരിക്കാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുന്നു.